എന്തെല്ലാം? ഓ, ഒന്നുമില്ലായിരുന്നു. ഇന്നലത്തെ നമ്മളെ കളീനെ പറ്റി ഞാൻ ആലോചിച്ചിട്ട് കടന്നേന്. ഇന്നത്തെ കളിയൊന്നും ആലോചിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. ഇന്നത്തെ കളി ആലോചിക്കാൻ മാത്രമൊന്നുമില്ല, പക്ഷെ വേർത്ത് കുളിച്ചിട്ടല്ലേ കളിച്ചത്. കളിയൊന്നും ശരിയാവുന്നില്ലടാ. ഭയങ്കര ചൂടല്ലേ. ചൂടും പിന്നെ മൊത്തം വെള്ളം, അകത്തും വെള്ളം പുറത്തും വെള്ളം. ചൂടായിട്ടൊന്നിനും ഒരു മൂടില്ല. അല്ല, നമ്മള് അന്ന് ഊട്ടിക്ക് പോകാൻ പറഞ്ഞില്ലേ? ഊട്ടിക്ക് പോവാന്ന് പറഞ്ഞു. പിന്നെ അതിനൊന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് പോയാലോ? ഇപ്പൊ നാളെയോ? അങ്ങനെ നമുക്ക് നാളെ മറ്റന്നാള് പോയാലോ? അങ്ങനെ മതി. ഞാൻ ആലോചിച്ച് പറഞ്ഞാൽ മതി. 2 ദിവസം കൊണ്ട് അവിടെ ഇപ്പൊ നല്ല ഇതായിരിക്കൂലേ, സുഖമായിരിക്കൂലേ? ഊട്ടിക്ക് നല്ല തണുപ്പായിരിക്കും അല്ലേ? ആയിരിക്കും. അന്നേരം 2 ദിവസം നന്നായിട്ട് കളിക്കാലോ. നമുക്ക് പോയിട്ട് ആടുന്ന് നല്ല സുഖമായിട്ട് കളിച്ചിട്ട് വരാം. സുഖായിട്ട് ഒളിച്ച് കളിച്ചിട്ട് വരാം. അതന്നെയാണ് നല്ല ഇത്. പിന്നെയാണ് പറയണ്ട, എല്ലാം മൊത്തത്തില് കളിക്കുമ്പോ വഴുതി കളിക്കുന്നു ചേർത്തിട്ട്. അതന്നെയല്ലേ ഒരു ചൂട്. ശരിയാവുന്നില്ല കേട്ടാ കളിയൊന്നും ശരിയാവുന്നില്ല. കളി ശരിയാവണമെന്നില്ല, അങ്ങനെ പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, എല്ലാം വഴുതി കളിക്കുന്നു. അങ്ങനെയായിരിക്കും. ശരിയാവുന്നില്ലടാ. ശരിയാകുന്നില്ല. എന്നാ ശരിയാകാതെനു? ചൂടുണ്ട്, പിന്നെ നല്ല വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇതാക്കും പോലെ ഇല്ലേ, മൊത്തത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും വഴുതി കളിക്കുന്നു. നല്ല തണുപ്പത്ത് കളിക്കണം. തണുപ്പത്ത് കളിക്കണമെങ്കിൽ ഇപ്പൊ ഊട്ടിക്ക് തന്നെ പോകണം. നമുക്ക് പോയാലോ? പോകാം. ഇനി നമുക്ക് മാറ്റി വെക്കണ്ട. റെഡിയാ. നമുക്ക് നാളെ തന്നെ പോയാലോ? നാളെ പോണ്ട, നമുക്ക് മറ്റന്നാൾ പോവാം. പറയുമ്പോഴേക്ക് തന്നെ നടക്കുവാ. മറ്റന്നാള് രാവിലെ വിട്ടാ മതി. പിന്നെ അവിടെ പുറത്തോട്ട് പോക്കൊന്നും നടക്കൂലേ? അവിടെ പോയിട്ട് റൂമിൽ ഇരുന്നിട്ട് ഒരേ കളിച്ചിരിക്കുവാ. റൂമില് മാത്രമല്ലോ, പുറത്തുനിന്ന് കളിക്കാൻ പറ്റുവാ? നമ്മളെ പോലെ കുറെ ആളുണ്ടാവൂലേ? ആളില്ലാതെ എത്ര സ്ഥലം വരും. അത് അതിനു മുമ്പ് പോയിനല്ലേ? ആളില്ലാതെ സ്ഥലം നോക്കിട്ട് പുറത്തല്ലേ സുഖമോ? അകത്തേനെ കാണും. ഇവിടെ നാട്ടിന്ന് കളിച്ച് മടുത്ത് എന്നിട്ട് ഞാടെ പോയിട്ട് അങ്ങനത്തെ താമസം പറ്റുമോ? അത് ശരി, പുറത്തുനിന്ന് കളിക്കാനാവുന്നു. രാത്രി അകത്തുനിന്ന് പകല് പുറത്തു. അന്നേരം അവിടെ നിന്ന് ആരും കണ്ടു കഴിഞ്ഞാലോ? ആരും കാണുന്നില്ല. കാണാതെ സ്ഥലം ഒരുപാടുണ്ട്. അവർക്കത് അറിയില്ല. അതെല്ലാം അനു പറയും പോലെ. നീ വന്നാ മതി. ഞാൻ റെഡിയാണ്. പിന്നെ നമ്മള് കളിക്കുമ്പോ ഒപ്പരം കളിക്കാൻ പിന്നെ ഒരേ വന്നാ പുറത്തുനിന്നാകുമ്പോ ആരും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് രണ്ടാക്കും മാത്രം പോകും. തണുപ്പാകുമ്പോ വേറെ ഒന്നും നോക്കണ്ട, നല്ല വേറെ കളിക്കാം. പിന്നെ തണുപ്പാകുമ്പോ സുഖമായിരിക്കും. വെളിച്ചെണ്ണ എടുത്തോ കേട്ടോ. വെളിച്ചെണ്ണ എടുത്തിട്ട് കട്ട പിടിച്ചു പോവോ? അത് നമുക്ക് അരച്ച് ചൂടാക്കാം. കട്ട പിടിക്കും. ചൂടാവുമ്പോ തന്നെ അത് ഉരുകിക്കോളും. അതിനോട് പിന്നെ ചൂടാകണ്ടിപ്പോ. അതിനേക്കാളും ചൂട് ഞാൻ പിന്നെ പറയുന്നില്ല. എന്തായാലും പറഞ്ഞിട്ട് നമ്മള് കളിന്റെ ചൂട് തീർക്കാം. കളിച്ചിട്ട് തന്നെ ചൂട് തീർക്കാം. അല്ലേ? ആന്ന് പറയാതെ കളിക്കുന്നു. പറഞ്ഞാലേ മനസ്സിലാവും.
പറയുന്ന ഞാൻ കേൾക്കൂലേ. ഞാനിതിങ്ങനെ മനസ്സിൽ കാണും. പോയിട്ട് എന്തെല്ലാം ചെയ്യണ്ടേ, അവിടെ പോകുമ്പോ എടുക്കണ്ടേ പല സാധനങ്ങൾ. അത് പറഞ്ഞിട്ട് കൊറേ ആയില്ലേ ഞാനിത് പറഞ്ഞിട്ട്. നല്ല ചൂട് സമയത്ത് പോയായിരുന്നു. അന്നേരം പറയും വീട് നല്ല തണുപ്പ് സമയല്ലേ. ഇപ്പൊ പോയാൽ നല്ലതാണല്ലോ. ക്ലിയറില്ലാതെ. ക്ലിയറിലുണ്ടല്ലോ. ഇല്ല ഇപ്പൊ പോയാ സൂപ്പർ ആയിരിക്കും. ഇപ്പൊ ശരിയാ. ഇപ്പൊ പോയാ സൂപ്പർ ആയിരിക്കും എന്ന് പറയാ ഞാൻ. ഇനി എന്തെങ്കിലും ഇടക്കിടക്ക് തിന്നാനുള്ളിൽ എടുക്കണ്ടെങ്കിൽ എടുത്തു കേട്ടാ. കളിച്ച് തളരുമ്പോ തിന്നാനും വേണ്ടേ. അവിടെ നിന്ന് മേടിക്കാൻ പോവാൻ നമുക്ക് വിചാരിച്ച സാധനം അവിടെ നിന്ന് കിട്ടുമോ? എനിക്ക് ആവശ്യമുള്ളത് കുഞ്ഞെടുത്തേ. ആവശ്യമുള്ള ഞാൻ എടുക്കും. അതിനൊരു ആവശ്യമുണ്ടെന്ന് എടുക്കുന്നതിന് ഞാൻ നോക്കിയിട്ട്. വെളിച്ചെണ്ണ കൊടുത്തോ കേട്ടോ. വെളിച്ചെണ്ണ എന്തായാലും ആവശ്യം വരും. നീ വെളിച്ചെണ്ണയുടെ കാര്യം ഓർമ്മിപ്പിക്കല്ല. അത് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ആണെന്ന് പിന്നെ നമുക്ക് അത് വേണം ഇത് വേണം പറഞ്ഞ് പിന്നെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ പൊട്ടുപോയില്ലേ. തണുപ്പിന് പിന്നെ എല്ലാ സ്ഥലവും ചുരുങ്ങി പോയിട്ടുണ്ടാവും. വെളിച്ചെണ്ണ ഇട്ടാലാ നല്ലത്. ചുരുങ്ങിയത് ലൂസാവുക. ചെറിയൊരു ദൂരം കിട്ടൂലേ. ഇടേണ്ടി വരും. വായിക്കുന്നത് ഇടാ. നല്ലോണം കുളിക്കെല്ലാം വേണ്ടിട്ട് മേത്തെല്ലാം തേച്ച് കുളിച്ചൂടെ തണുപ്പിന്. അതുകൊണ്ടാ പറഞ്ഞ വെളിച്ചെണ്ണ എടുത്തു. കാരണം അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെളിച്ചെണ്ണയല്ലേ. അറിയാലോ. അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഊട്ടിക്കെത്തിയാൽ മതി. നാട്ടിൽ പോണെന്ന് പറയാ. അവിടെ ഞാൻ 2 ദിവസമല്ല എപ്പോ നിന്നാവാന്നിരിക്കുന്നു. നിന്നെയും കൊണ്ട് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. എന്റെ അടുത്ത് തന്നെ ഉണ്ടാവോ. പൈസ വേണ്ടേ കുറെ. പൈസയൊക്കെ ഞാൻ എടുത്തത്. എനിക്ക് ജോലിക്ക് പോണെന്ന് പറഞ്ഞിട്ട് പോകില്ലല്ലോ. അമ്മയുടെ അടുത്ത് പോകണം. അതൊന്നുമില്ല. ടൂറ് പോയാ പിന്നെ എന്ത് ജോലി വന്നേന്. ടൂറ് പോയാ പിന്നെ ജോലി ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും പേടിക്കണ്ട. നമുക്കവിടുന്ന് എല്ലാ സമയവും ചെയ്താ പോരെ. സ്ഥലമൊന്നും കാണണ്ടേ. എല്ലാം കാണാം. സ്ഥലം കാണുന്നതിനടുത്ത് നടന്നുകൂടാന്നില്ലല്ലോ. സ്ഥലം കാണുന്നതിനടുത്ത് എന്റെ മടിക്കേരി ഇരിക്കാണ്ടെന്ന് മതി. സൈഡിങ്ങെല്ലാം ഇരുന്നിട്ടാകുമ്പോ കേട്ടാ. ഞാൻ മടിക്കേരി ഇരിക്കണ്ടെങ്കിൽ എനിക്കും തോന്നണ്ടേ. എന്നിട്ടല്ലേ മടിക്കേരി ഇരുന്നിട്ട് കാര്യമുള്ളൂ. നീ ഇരിക്കുമ്പോ തന്നെ തോന്നും ഇരിക്കണം. ഇരുന്നോട്ടും തോന്നും. അമ്മാതിരിയല്ലേ. ഇതും പൊക്കി പിടിച്ച് നാണക്കേടാ പറയട്ടാ. അങ്ങനെ നാണക്കേടാവോ? എന്തിനെ പൊക്കി പിടിക്കുന്ന നേരം നീ ഇല്ലേ അപ്പോഴോ? അപ്പൊ തന്നെ പൊങ്ങിയത് നമുക്ക് ഇങ്ങ് താക്കാം. അടി ഇരുന്നാല് ഇതാവുമല്ലോ. ഇരുന്നാ പിന്നെ അതെല്ലാം ശരിയായിപ്പോ. ചെമ്പ് പിടിക്കാണ്ടല്ലോ. അപ്പൊ ഉറപ്പിച്ചനാ നീ ഇനി മാറൂലല്ലോ. ഞാൻ മാറൊന്നുമില്ല. ഇല്ല ഇനി ഇന്നും രാത്രി ഞാൻ അങ്ങോട്ട് വരാം. ഇത് ഉറപ്പിക്കേ. രാത്രി വരാം. നീ വന്നിട്ട് വീട്ടിൽ പോയിട്ട് മതി. എന്നാലേ ഒരു പവർ ഉണ്ടാവും. എന്നാ പിന്നെ ഞാൻ സെറ്റാക്കട്ടെ.